നോക്കൂ, ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രധാനമന്ത്രി ബൻസ്വാര പ്രസംഗം നടത്തുന്നത്. നമ്മൾ ചർച്ചകളിൽ പല ഘട്ടങ്ങളിലായി പറഞ്ഞതാണ് എന്താണ് ബൻസ്വാര പ്രസംഗത്തിൻ്റെ പ്രകോപനം എന്നുള്ളത്. ആദ്യഘട്ടത്തിലെ ഫലം എന്താണെന്നറിയാമോ? 122 മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ബ്ലോക്ക് 65 സീറ്റുകളിൽ ജയിക്കുകയാണെന്ന് വെച്ചാൽ ഭൂരിപക്ഷം സീറ്റുകളിലും ജയിക്കുകയാണ് ചെയ്യുന്നത്. NDA അതിൻ്റെ പകുതിയിൽ താഴെയാണ്, അതായത് 32 സീറ്റുകളിൽ മാത്രമാണ് ജയിക്കുന്നത്. അതിനുശേഷമാണ് ഏപ്രിൽ 21 ബൻസ്വാര പ്രസംഗം പ്രധാനമന്ത്രി നടത്തുന്നത്. രണ്ടാം ഘട്ടമാകുമ്പോഴേക്കും പ്രധാനമന്ത്രി ബൻസ്വാര പ്രസംഗവും ഈ വർഗീയ വിദ്വേഷവും ഒക്കെ വാരിത്തേച്ച് അദ്ദേഹം സെക്കൻഡ് ഫേസിൽ 87 സീറ്റുകൾ നേടി. 87 സീറ്റുകളിലായിരുന്നു സെക്കൻഡ് ഫേസ്. 48 സീറ്റുകളിൽ മുൻതൂക്കം നേടി. 39 സീറ്റുകളിൽ മാത്രമാണ് ഇന്ത്യ ബ്ലോക്ക്. മൂന്നാം ഘട്ടത്തിലെത്തിയപ്പോഴേക്കും 94-ൽ 60 സീറ്റുകൾ എന്ന് വെച്ചാൽ മേക്കപ്പ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിലുള്ള BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു തകർച്ചയായിരുന്നു യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. അതിനുശേഷം ഗിയർ മാറ്റി വർഗീയ വിദ്വേഷമായി പ്രധാന പ്രചാരണായുധം. അതിനുശേഷം കാര്യങ്ങൾ കുറെ കൂടി മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തെന്താണ്? ആദ്യഘട്ടത്തിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടായിക്കൊള്ളട്ടെ, BJPയുടെ ഇൻറ്റേർണൽ റിപ്പോർട്ടായിക്കൊള്ളട്ടെ, എക്സിറ്റ് പോൾ ഫലമായിക്കോട്ടെ, എക്സിറ്റ് പോൾ നടത്തുന്ന ഏജൻസികൾ BJPയോട് ഈ കാര്യങ്ങൾ പറയുന്നതിനനുസരിച്ചാണ് പിന്നീട് BJP അവരുടെ അജണ്ടകൾ മാറ്റി നിശ്ചയിച്ചിരിക്കുന്നതെന്ന് കാണാം. നോക്കൂ, സ്റ്റോക്ക് സംബന്ധിച്ച് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല തന്നെ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്, എക്സിറ്റ് പോൾ ഫലം വന്നതിന് ശേഷമാണ് അദാനിക്ക് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൻ്റെ മുമ്പുണ്ടായിരുന്ന വാല്യൂവിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പോയത് എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, എത്രയോ മാസങ്ങൾ അദാനിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്കിലൊരു തിരിച്ചുവരവാൻ നടത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ മാത്രമല്ല, ഇടയ്ക്ക് ഈ പറയുന്ന സത്താ മാർക്കറ്റൊക്കെ നെഗറ്റീവായി പ്രതികരിച്ചപ്പോൾ വീണ്ടും സ്റ്റോക്ക് ഇടിഞ്ഞു തുടങ്ങിയിരുന്നു. 1.5 വരെ ഇടിഞ്ഞു തുടങ്ങിയിരുന്നു സെൻസെക്സും മറ്റ് ഇതൊക്കെ തന്നെയും. അപ്പോൾ പിന്നീടാണ് അമിത്ഷാ പറയുന്നത് ചാർസൗ പാർ ഞങ്ങൾ വിട്ടിട്ടില്ല. ചാർസൗ പാറിലേക്ക് തന്നെ വീണ്ടും നറേറ്റീവിനെ തിരിച്ചു കൊണ്ടുവന്നു. വിവിധ അഭിമുഖങ്ങളിലൂടെ, പ്രത്യേകിച്ച് NDTVയുമായിട്ടുള്ള അഭിമുഖങ്ങളിലൂടെ തന്നെ ചാർസൗ പാറിൻ്റെ നറേറ്റീവ് തിരികെ കൊണ്ടുവന്നു. അങ്ങനെ വന്നപ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഒന്ന് ശരിയായി വന്നത്. എക്സിറ്റ് പോൾ കൂടെ വന്നതിന് ശേഷം അതെങ്ങനെയായി? അത് വീണ്ടും ഹിൻഡൻബർഗ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൻ്റെ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ തിരികെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നോക്കൂ, ഒരു കോലീഷൻ വന്ന സ്വാഭാവികമായിട്ടും ഇവർക്കറിയാം കോലീഷനാണെന്ന്. അതുകൊണ്ടാണല്ലോ ഫസ്റ്റ് ഫേസിൽ ശേഷം അവർ മാറ്റിയത്. പിന്നീട് ഓരോ ഘട്ടത്തിലും അവരുടെ വിലയിരുത്തൽ കൃത്യമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോലീഷനാണ് വരുന്നത് എന്നറിയാം. കോലീഷൻ വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും അദാനി സ്റ്റോക്സിന് തിരികെ കയറാൻ കഴിയില്ല. അവിടെയാണ് നമ്മൾ കെജ്രിവാൾ പറയുന്നത് ശ്രദ്ധിക്കേണ്ടത്. കെജ്രിവാൾ ദില്ലി നിയമസഭയിൽ പറഞ്ഞ കാര്യം എന്താണ്? അദാനി ഒരു ഫ്രണ്ട് മാത്രമാണ്, ഇത് യഥാർത്ഥത്തിൽ BJPയുടെ പണമാണ്, നരേന്ദ്രമോദിയുടെയും മറ്റും പണമാണ് എന്നാണ് അരവിന്ദ് അത് രാഷ്ട്രീയ ആരോപണമാണെന്ന് വരിക്കാം. ഇപ്പോൾ ഈ നിലയിലൊരു കളി കളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പാർട്ട്നേഴ്സ് ഉണ്ടാവും. ആ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് അദാനി ഒരു പാർട്ട്ണറായിരിക്കാം, രണ്ട് ഈ പറയുന്ന എക്സിറ്റ് പോൾ ഏജൻസികൾ ഒരു പാർട്ട്ണറായിരിക്കാം, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഒരു പാർട്ട്ണറായിരിക്കാം. ഇക്കാര്യത്തിൽ സ്വാഭാവികമായും അന്വേഷണം നടത്തണമെന്ന് പറയേണ്ടത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഡോക്ടർ അരുൺ, ഇനിയിപ്പോൾ പഴയ ഇന്ത്യയിലെ പ്രതിപക്ഷമല്ല, 234 പേര് നല്ല വാട്ടി പോലെ അവിടെ നിൽക്കുകയാണ്. പാർലമെൻറ്റിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പാതിയാണ്. നിങ്ങൾക്ക് പഴയതുപോലെ ഇനി കാര്യം നോക്കൂ, ഇനിയിപ്പോൾ ഓപ്പോസിഷൻ ലീഡറുണ്ട്. ഓപ്പോസിഷൻ ലീഡർ അദ്ദേഹത്തിൻ്റെ ലെഗ്സിലേക്ക് വന്നാൽ ബാക്കി അവിടെയുള്ളവരെല്ലാം ഇരിക്കണം. ഓപ്പോസിഷൻ ലീഡർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കേണ്ടി വരും സ്പീക്കർക്ക്. അത് ഏത് സ്പീക്കറായാലും, TDPയുടെ സ്പീക്കറായാലും BJPയുടെ സ്പീക്കറായാലും. ഷാഡോ ഗവൺമെൻറ്റിൻ്റെ തലവനാണ് ഓപ്പോസിഷൻ ലീഡർ. ക്യാബിനറ്റ് പദവിയുള്ള ആളാണ്. പ്രധാനമന്ത്രി എവിടെ എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയെ സ്പീക്കർക്ക് സഭയിൽ വിളിച്ചു വരുത്തേണ്ട ഗതികേട് വരും.
നോക്കൂ, നമ്മുടെ ഇന്നത്തെ 17ാം ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വല്ലപ്പോഴും ഒക്കെ ഒന്ന് വന്നു പോയാൽ, അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ വന്നു എന്നല്ലാതെ അദ്ദേഹം ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നില്ല ലോക്സഭയിൽ. ഇനി അങ്ങനെയല്ല വരാൻ പോകുന്നത്. അതിപ്പോൾ രാഹുൽ ഗാന്ധി ആയാലും വേറൊരാളായാലും ആ നിലയിൽ വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ പ്രധാനമായും ഈ പറയുന്ന സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ അന്വേഷണം എന്ന് പറയുന്നത് പാർലമെൻറ്റിൽ ഞാൻ കണക്കാക്കുന്നത് അങ്ങനെയാണ്. ഏതായാലും നിലവിലുള്ള രീതി അനുസരിച്ച് NDA തന്നെയാണ് 9-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രതിപക്ഷം, കഴിഞ്ഞ ദിവസം ഇന്ത്യ ബ്ലോക്ക് തീരുമാനിച്ചിട്ടുള്ളത് NDA സഖ്യ സർക്കാർ രൂപീകരിച്ചു കൊള്ളട്ടെ എന്നല്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് എന്നുള്ളതാണ്. അപ്രോപ്രിയേറ്റ് ടൈമിൽ അപ്രോപ്രിയേറ്റ് തീരുമാനം, ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് നായിഡുവിന് അവിടെ മടുക്കുന്നുവോ, എന്ന് നിതീഷ് കുമാറിന് അവിടെ മടുക്കുന്നുവോ, പുതിയ സർക്കാരിന് സജ്ജമായിട്ടാണ്. ഇന്നിപ്പോൾ മമതാ ബാനർജിയുടെ മരുമകൻ പറയുന്നത് 3 BJP MPമാർ തന്നെ സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ രൂപീകരണ ശ്രമം തുടരുക തന്നെ വേണം എന്നുള്ളതാണ്. മറുപക്ഷത്ത് ഉദ്ധവ് ഠാക്കറെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ BJP നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകണ്ട. പക്ഷേ കാണേണ്ട കാര്യമുണ്ട്. കാരണം അവിടെ മഹാരാഷ്ട്രയിൽ BJPയുടെയും NDAയുടെയും ക്രെഡിബിലിറ്റി തകർന്നടിഞ്ഞ് നിൽക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക്, ഒക്ടോബർ മാസത്തിലാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിൽ നിലവിലുള്ള സർക്കാരിനെതിരെയും മോദി സർക്കാരിനെതിരെയും ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. വരാനിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാനും ഹരിയാനയും ജാർഖണ്ഡും. ഈ 3 സംസ്ഥാനങ്ങളിലും നിലവിൽ ആൻറ്റി ഇൻകംബൻസി ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ചലനം അത് വിട്ടുപോകുന്നില്ല. ഏതായാലും ഞാൻ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കോൺഗ്രസിൻ്റെ ഒരു റിവൈവൽ നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി എന്ന നേതാവ് പ്രതിപക്ഷ നേതാവായി ലോക്സഭയിൽ വരികയും സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത് വളരെ ടാക്റ്റിക്കലായിട്ടുള്ള മൂവാണ്. നോക്കൂ, സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ JPCയുടെ അന്വേഷണമൊന്നും ഇതിൽ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അത് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പാർലമെൻറ്റിൻ്റെ റോള് എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. പകുതി ഇരിക്കുന്ന ഒരു ലോക്സഭയിൽ ഞങ്ങൾ ഇനി പാർലമെൻറ്റ് അംഗങ്ങളുടെ ശക്തി ഉപയോഗിച്ചിട്ടാണ് NDA നേരിടാൻ പോകുന്നത് എന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധി. യഥാർത്ഥത്തിൽ ഇന്നത്തെ സമയത്ത് നോക്കൂ, 60 സീറ്റിൻ്റെ വ്യത്യാസം. ഇന്നിപ്പോൾ ഇന്ത്യ ബ്ലോക്കിന് സർക്കാർ രൂപീകരിക്കാൻ വെറും 60 പേരുടെ മാത്രം കുറവ് ആണുള്ളത്. ഈ 60 പേരെ നികത്താൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. നിലവിൽ ഒന്നുമല്ലാതെ കിടക്കുന്ന 18 പേരെങ്കിലും ഉണ്ട്. പിന്നെ പ്ലസ് ഈ പറയുന്ന 2 പാർട്ടികൾ. 60 പേരില്ലല്ലോ, 234 അല്ലേ? 272 അല്ല, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാം. അതായത് NDAയും ഇവരും തമ്മിലുള്ള ഗ്യാപ്പ്. അതെ. അപ്പോൾ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, TMC തുടങ്ങിയ പാർട്ടികളെല്ലാം തന്നെയും വർദ്ധിത വീര്യത്തിലാണ്. ഈ പറയുന്ന പാർലമെൻറ്റിലെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പോരാടാൻ പോകുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ എനിക്കിതാണ് പറയാനുള്ളത്. പാർലമെൻ്റ് ആയിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്ന സമരമുഖം. അതുകൊണ്ടാണ് JPCയുടെ അന്വേഷണം ഇത് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കണാകുണയൊന്നും പറയാൻ പറ്റില്ല അവിടെ. പ്രധാനമന്ത്രിക്ക് തോന്നുമ്പം വരും, തോന്നുമ്പം പോവും എന്നതൊന്നും പറ്റുമൊന്നുമില്ല. സ്പീക്കർ പദവി TDP ആവശ്യപ്പെട്ടു. ഇപ്പം 2 പാർട്ടികൾ ആവശ്യപ്പെട്ടതിൽ വളരെ വിചിത്രമായ ആവശ്യങ്ങളാണ്. TDP പണ്ട് TMC ബാലയോഗി TDPയുടെ സ്പീക്കർ ആയിരുന്നിട്ടുണ്ട്. TMC ബാലയോഗി വളരെ പുതുക്കാരനായിരുന്നു, പക്ഷേ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള ഈ സ്പീക്കർ പദവി, ഞാനിപ്പോൾ ഈ പാർലമെൻറ്റ് കാര്യങ്ങൾ അറിയുന്ന ഒരാളെ വിളിച്ചു ചോദിക്കായിരുന്നു, എന്തിനാണ് സ്പീക്കർ പദവി? ഈ അവിശ്വാസ പ്രമേയം, വിശ്വാസ പ്രമേയം ഒക്കെ വരുന്നതുകൊണ്ടാണ്. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ സ്പീക്കർക്ക് ഏത് മന്ത്രിയെയും വിളിച്ചു വരുത്താൻ കഴിയും. അവരുടെ നാട്ടിലേക്ക് ആവശ്യമുള്ള പദ്ധതികൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിയും. സ്പീക്കർ ലോക്സഭയിൽ ഒരു പരാമർശം നടത്തിയാൽ അത് ആ മന്ത്രിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ കുഞ്ഞു കാര്യങ്ങൾ, ഇപ്പോൾ വലിയ കാര്യങ്ങളുണ്ട്, എന്താണ് പ്രത്യേക പദവി അടക്കമുള്ള വലിയ കാര്യങ്ങൾ, അതിനപ്പുറത്തേക്ക് ചെറിയ പദ്ധതി കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ AMSന് വേണ്ടി നമ്മൾ എത്ര കാലമായി പറയുന്നു, ഇതൊക്കെ സ്പീക്കറുടെ ഒരു പരാമർശം കൂടെ നടക്കുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടി ഒരു സ്വാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പീക്കർ. നേരത്തെ TMC ബാലയോഗി ഉണ്ടായതുപോലെ തന്നെ നിതീഷ് ആണെങ്കിൽ ആവശ്യപ്പെടുന്നത് എന്താണ്? നയപരമായി എന്താണോ നരേന്ദ്രമോദി എതിർത്തത്, അതായത് രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജാതി സെൻസസ് എന്നാണ് പറഞ്ഞിരുന്നത്, അത് തന്നെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അത് വേറെ കാര്യം. അഗ്നിപഥ് പിൻവലിക്കേണ്ടി വരുന്നുള്ള കാര്യത്തിൽ കൂടി തർക്കമില്ല. കാരണം 2 കാര്യങ്ങളാണ് ഈ സർക്കാരിനെ വീഴ്ത്തിയത് എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന് അഗ്നിപഥ്, 2 ഈ പറയുന്ന അബ്കി ബാർ 400 സംവരണം എടുത്തു കളയും എന്നുള്ള സാധനം. പോട്ടെ, അതിലേക്ക് നമുക്ക് വിശദമായി കിടക്കാം. ഏതായാലും നിതീഷ് ജാതി സംവരണം കൂടെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് നിൽക്കാൻ, ആളുകളുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത വിധത്തിൽ രാഷ്ട്രീയമായി നാണം കെടും നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. Meet the editors.